ഹലോ അസ്സാം വലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലത്തെ ക്രോഷറ്റ് വർക്കിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ്, പാർട്ട് 2. കാരണം ഫസ്റ്റ് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് പഠിച്ചത്. ഇത് നമുക്ക് അടുത്ത സ്റ്റിച്ച്, അതായത് സിംഗിൾ ക്രോഷ് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായി ഇതുപോലെ കെട്ടിടാനൊക്കെ ഞാൻ കഴിഞ്ഞ ഇതിൽ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വെക്കുക. ചെറിയ അറ്റം മുകളിലാക്കിയിട്ട് എന്നിട്ട് അതിനുള്ളിലൂടെ വലിയ നൂലിൻ്റെ ഭാഗം ഇങ്ങനെ വലിക്കുക. അപ്പോൾ ഇതുപോലൊരു കെട്ടായിട്ട് വരും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ നീഡിലിനെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഞാൻ ചെയിൻ സ്റ്റിച്ച് ആദ്യമായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റത്തെ വീഡിയോ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയിൻ സ്റ്റിച്ച് അറിയാതെ നമുക്ക് സിംഗിൾ ക്രോഷ്യ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് സംഗതി. പഠിച്ചെടുത്താൽ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും. ഒരു അഡിക്റ്റായി പോകും ഇതിന്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ടാണ് നമുക്ക് അതിമേലെ സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. സിംഗിൾ ക്രോഷ്യ ഉണ്ട്, ഡബിൾ ക്രോഷ്യ ഒക്കെ ഉണ്ട്. ഡബിൾ ക്രോഷ്യ നമുക്ക് അടുത്ത പാർട്ടായിട്ടിടാം. ഇതുപോലെ ഒരു ഹോള് ഒഴിവാക്കിയിട്ട് ഫസ്റ്റത്തെ ചെയിൻ ഒഴിവാക്കിയിട്ട് രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ചിലാണ് നമ്മൾ ഈ ഇത് നീഡിൽ കുത്തേണ്ടത്. ഇതുപോലെ ചെയിൻ സ്റ്റിച്ചിൽ വെച്ചിട്ട് ഒന്നാമത്തെ ചെയിൻ അത് ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഹൈറ്റാണ് ഈ സിംഗിൾ ക്രോഷ്യക്ക് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് വിടുന്നത്. അത് വിട്ടിട്ട് അടുത്തതിൽ കുത്തുക. എന്നിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കിവിടെ രണ്ട് ത്രെഡായിട്ട് കിട്ടും. അതിൻ്റെ ഉള്ളിലൂടെ രണ്ടിൻ്റെ ഉള്ളിലൂടെ നമുക്ക് വീണ്ടും വലിച്ചെടുക്കാം. മനസ്സിലായ? ഇനി അതുപോലെ അതിൻ്റെ അടുത്തുള്ളതിൽ തന്നെ നമ്മൾ ഹോളിൽ തന്നെ കുത്തുക. ഇതുപോലെ നൂല് വലിച്ചെടുക്കുക. വീണ്ടും അതിൻ്റെ രണ്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക. രണ്ടിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. വീണ്ടും അടുത്തതിൽ കുത്തുക, നൂല് വലിക്കുക. അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണമായിട്ട് വരും. എന്നിട്ട് രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. ഇതേ പ്രോസസ്സ് അങ്ങനെ തുടരുക. മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണ്ടേ. ഇതുപോലെ ചെയ്തെടുക്കുക. അടുത്ത ഓരോ ഹോളിൻ്റെ ഉള്ളിലൂടെ നമുക്ക് എടുക്കണം. ഒരു ഹോളും വിടാൻ പാടില്ല. ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അവ എൻ്റെ മോളപ്പോത്തിന് അവ വരാൻ വന്ന. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ ഫുള്ളാക്കി എടുക്കുക. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടും നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്താൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ ആയിരിക്കും നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ. ഇനി അടുത്തത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ചെയ്യാനും ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഇപ്പുറത്ത് കൂടി എല്ലാ ഹോളിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. പിന്നെ ഇതും അതുപോലെ തന്നെയാണ്. നമുക്ക് ഈ ഒരു ത്രെഡ് വലിച്ചു കൊടുത്താൽ ഫുള്ളായിട്ടാണ്ട് പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിർത്തി വെച്ച് പോകുമ്പോൾ നീഡിൽ അതിൻ്റെ ഉള്ളിൽ കുത്തി വെക്കുക.
അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിലൊക്കെ കിട്ടിയാൽ ഫുള്ളായിട്ടാണ് പോവും, ചെയ്തത് മുഴുവൻ വെറുതെ ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.